കണക്കുകൾ കൃത്യമാണോ എന്നാണ് ചോദ്യം. ഞാനിന്ന് വിചാരിച്ചത് LDF സർക്കാരിൻ്റെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ പ്രതിപക്ഷം നിശിതമായി കണക്കുകൾ വെച്ച് ഉദ്ധരിച്ച് കൗണ്ടർ ചെയ്യുമെന്നാണ്. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. 328 പേജുകളുള്ള LDF സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിനെ ഒന്ന് ശക്തമായി വിമർശിക്കാനുള്ള കെൽപ്പ് പോലും പ്രതിപക്ഷത്തിനില്ല എന്ന് ഞാൻ സംശയിക്കുന്നു. കാര്യം ഒരു ഡീറ്റെയിൽ സ്കാനിങ് നടന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നല്ലോ. ഈ 328 പേജുകളിൽ വിവിധ സെക്ഷനുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന കേരളത്തിൻ്റെ 4 വർഷത്തിൻ്റെ വികസനമെന്ന് LDF അവകാശപ്പെടുന്നതിനെ എതിർക്കാൻ എന്താണ് പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്, ഏതൊക്കെ കണക്കുകളാണ് ഉണ്ടായിരുന്നത് എന്ന് ഞാൻ അത്ഭുതപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിന് വേണ്ടി. ഓരോന്നും കണക്കുകൾ വെച്ച് ഖണ്ഡിക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന വിമർശനം K-ഫോണുമായി ബന്ധപ്പെട്ടൊരു വാദം ഉയർന്നു. എന്താണ് K-ഫോണിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നതും വസ്തുതയും രണ്ടും വ്യത്യസ്തമല്ലേ? വസ്തുത ഞാൻ പറയാം. K-ഫോണിനെ കുറിച്ച് ഈ പ്രതിപക്ഷം 2023-24 ഹൈക്കോടതിയിൽ പോയല്ലോ CBI എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട്. എന്തായിരുന്നു പ്രതിപക്ഷം അന്ന് ആവശ്യപ്പെട്ടത്? പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് CAG റിപ്പോർട്ടിൽ K-ഫോൺ തുടങ്ങുന്ന സമയത്ത് 1028 കോടി രൂപ, 1028 കോടി രൂപയാണ് ആദ്യം ചെലവായി കണക്കാക്കിയിരുന്നതെങ്കിൽ പിന്നീട് അത് ടെൻഡർ വിളിക്കുന്ന സമയമാകുമ്പോഴേക്കും 1531 കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. അതിൽ 400 കോടിയിലധികം രൂപയുടെ ഏകദേശം 50% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വലിയ അഴിമതിയാണെന്നും ആ അഴിമതി CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതി പോയിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് എന്താണെന്നറിയാമോ നിരീക്ഷണം വന്നത്? നിങ്ങൾക്ക് എന്ത് ബോധ്യത്തിലാണ് ഇങ്ങനെയൊരു ഹർജി കൊണ്ടുവന്നത് എന്നിട്ട് ചോദിക്കുന്നു, ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ അതല്ല ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ലിറ്റിഗേഷൻ ആണോ എന്ന് ഈ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു. ചോദിക്കാനുള്ള കാരണം എന്താ? അടിസ്ഥാനമായിട്ടുള്ളൊരു പ്രാഥമികമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ പോലും ആ വിഷയത്തിലുണ്ടായില്ല. ഒരു വർഷത്തെ കണക്കാണ് 1028 കോടി രൂപ. ഒരു വർഷത്തെ അതിൻ്റെ ചെലവും അത് നടപ്പിലാക്കുന്നതിൻ്റെ ചെലവും അതിൻ്റെ മെയിൻ്റനൻസും അടക്കമാണ് ആദ്യം പറഞ്ഞിരുന്ന 1028 കോടി. അത് കഴിഞ്ഞാലോ ഓരോ വർഷവും മെയിൻ്റനൻസിന് 104 കോടി രൂപ വേണം. അങ്ങനെ 7 വർഷത്തെ മെയിൻ്റനൻസിന് ആവശ്യമായി വരുന്നത് 728 കോടി രൂപയാണ്. ആ 728 കോടി രൂപയിൽ നിന്ന് 428 കോടി രൂപയായി കുറച്ചുകൊണ്ടാണ് മൊത്തം 1531 കോടി രൂപ എന്ന കണക്കിലേക്ക് എത്തിയത്. ബെൽ എന്ന് പറയുന്ന കൺസോർഷ്യം അടക്കം ഈ K-ഫോൺ പബ്ലിക് എൻ്റർപ്രൈസസ് കൺസോർഷ്യത്തിന് കൊടുത്തതിൽ ആ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അന്ന് പൊളിഞ്ഞവിടെ വീണതാണ്. അതിനുശേഷം ഇന്നും പ്രതിപക്ഷം K-ഫോണിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അതുകൊണ്ട് ഞാൻ ആ കണക്കുകളൊന്ന് പരിശോധിച്ചു. K-ഫോണിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ K-ഫോൺ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? K-ഫോണിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് ഞാൻ പരിശോധിച്ചു. K-ഫോണിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. K-ഫോണിൽ 1 ലക്ഷം കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ആ 1 ലക്ഷം കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞതിൽ ഏകദേശം 13,000-ഓളം കണക്ഷനുകൾ നൽകിയിരിക്കുന്നത് BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. 11,402 കണക്ഷൻ. അതായത് ഇതല്ലെങ്കിൽ ഇത് പൈസ അടയ്ക്കാനില്ലാതെ ഒരു തരത്തിലും ഇൻ്റർനെറ്റ് 10 Mbps മുതൽ 30 Gbps വരെ പോകാൻ സാധ്യതയുള്ള സ്പീഡിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷനുകൾ വീട്ടിലെത്താൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന 11,000 ബിലോ പോവർട്ടി ലൈൻ ദരിദ്ര ഭവനങ്ങളിലേക്ക് K-ഫോൺ കണക്ഷൻ സൗജന്യമായിട്ടെത്തുന്നു. നോക്കൂ, സർക്കാർ സ്ഥാപനങ്ങളിൽ ഏകദേശം 30,438 സർക്കാർ സംവിധാനങ്ങൾ ഇന്ന് ഈ K-ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിക്കുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ K-ഫോൺ കണക്ഷൻ 1 ലക്ഷം പിന്നിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ K-ഫോൺ എന്ന് പറയുന്ന പദ്ധതിയിലെ നേട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തള്ളിക്കളയാൻ കഴിയുക? അതാണ് കണക്ക് വെച്ച് K-ഫോണിനെ ഞാൻ പ്രതിരോധിക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ K-ഫോണുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അന്ന് ഉയർത്തിയ ആരോപണം തെറ്റ്. ഇന്ന് K-ഫോണിനെ കുറിച്ച് വസ്തുത ഞാൻ ഈ പറഞ്ഞത് 1 ലക്ഷം കണക്ഷനുകൾ കൊടുത്തു. നമ്മുടെ മുന്നിലുണ്ട് കണക്ക് വെച്ച് തന്നെ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഇനി പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു. എത്ര ആരോപണങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടത്. PPE കിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലോകായുക്തയിൽ പോയപ്പോൾ ലോകായുക്ത നൽകിയ മറുപടി എന്താ? കർണാടകയിൽ PPE കിറ്റിന് കൊടുത്ത പണം എത്ര? ഇത് നമ്മൾ താരതമ്യം ചെയ്തതല്ലേ? ആ കേസ് നിലനിന്നു. അവിടെ അഴിമതിയുണ്ടെന്ന് സ്ഥാപിക്കാൻ ലോകായുക്തയിൽ സാധിച്ചു. AI ക്യാമറയുമായി ബന്ധപ്പെട്ട് കെൽട്രോണിന് പണം കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയല്ലോ. എന്നിട്ട് AI ക്യാമറയുടെ കാര്യത്തിൽ അഴിമതിയുണ്ടെന്ന് സ്ഥാപിക്കാനായോ? സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലല്ലോ. കിഫ്ബിയിലെ മസാല ബോണ്ട് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അടച്ചു തീർന്നു കഴിഞ്ഞ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ലാതായല്ലോ. കിഫ്ബി മസാല ബോണ്ട് എടുക്കുന്നത് നിലവിലുള്ള ആ സമയത്ത് നിലവിലുണ്ടായിരുന്നത് 10.68% അന്ന് A റേറ്റിംഗുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുക്കുമ്പോൾ അന്ന് നിലവിലുള്ള കടത്തേക്കാൾ പലിശയേക്കാൾ കുറഞ്ഞ
കുറഞ്ഞ പലിശയ്ക്കാണ് മസാല ബോണ്ടിൽ ഈ പറയുന്ന പലിശ നിശ്ചയിച്ചത് എന്നുള്ളതിൻ്റെ കണക്കുകൾ പുറത്തു വന്നതല്ലേ? അതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് അനുമതി കൊടുത്തതല്ലേ? ഇ ഡിക്ക് മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് കോടതിയുടെ ഉത്തരവ് വന്നതല്ലേ? മസാല ബോണ്ടിലെയും കിഫ്ബിയിലെയും പ്രതിപക്ഷത്തിൻ്റെ ആരോപണം പൊളിഞ്ഞില്ലേ? പാലക്കാട് സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് രണ്ടാം പിണറായി സർക്കാരിനെതിരെ വലിയ അഴിമതി ആരോപണം കൊണ്ടുവന്നല്ലോ. പൊടി പോലും ഉണ്ടോ കണ്ടുപിടിക്കാൻ? ഒടുവിൽ കവിതാ റാവുവിനെ കൂട്ടുപിടിച്ചപ്പോൾ കവിതാ റാവു എന്താ ചെയ്തത്? ഡിഫമേഷന് വേണ്ടിയിട്ട് നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? പാലക്കാട് സ്പിരിറ്റ് ലോബി എന്നുള്ളത് കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണെന്നൊരു ആരോപണം ഉയർന്നതോടുകൂടി ആ ആരോപണവുമായിട്ടത് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ലേ? KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻഷ്യൽ ലിമിറ്റഡ് നിക്ഷേപം നടത്തിയതൊരു വലിയ അഴിമതി വിവാദം കൊണ്ടുവന്നു. ഒടുവിൽ എന്താണ്? KFC തന്നെ രേഖാമൂലം കാണിച്ചു. റേറ്റുള്ളൊരു കമ്പനിയിൽ KFCക്ക് നിക്ഷേപിക്കുന്നതിന് ഒരു തടസ്സവുമില്ല, ചട്ടപ്രകാരമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് കണ്ടെത്തിയില്ലേ? ഇങ്ങനെ ഓരോരോ ആരോപണങ്ങൾ കൊണ്ടുവരികയും ഒരാരോപണവും തെളിയിക്കാൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഞാൻ വിചാരിച്ചു ഇത് സർക്കാർ കൊടുത്തിരിക്കുന്ന അവകാശവാദമാണല്ലോ പ്രോഗ്രസ് റിപ്പോർട്ട്. അതിൻ്റെ ഓരോ കണക്ക് പ്രകാരം എടുത്ത് ഈ സർക്കാരിനെ വിമർശിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അവിടെയാണ് സ്മൃതി പറഞ്ഞ ജീനോം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട്, അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല, അത് പക്ഷേ സ്മൃതിയുടെ കണക്കാണ്. ജീനോം പ്രൊജക്റ്റ് എന്താ സ്മൃതി? ജീനോം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള, നമ്മളൊക്കെ ഇപ്പോൾ ബാർക്ക് എന്ന് പറയുന്നൊരു ഏജൻസി സമീപിക്കും. ബാർക്ക് ഏജൻസിയാണ് എല്ലാ ടെലിവിഷനുകൾക്കും നമ്മളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ഏജൻസിക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്താണ് ബാർക്കിൽ അംഗത്വം എടുക്കുന്നത്. ബാർക്കിൽ അംഗത്വം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റേറ്റിംഗ് അടിച്ച് തരിക എന്നുള്ളതല്ല, ശാസ്ത്രീയമായി അവർ നടത്തുന്ന ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളും ഏഷ്യാനെറ്റും 24ഉം അടക്കമുള്ള ചാനലുകൾക്കുള്ള റേറ്റിംഗുകൾ നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്കൊരു 100 രൂപ അധികം കൊടുത്താൽ നമുക്ക് കൂടുതൽ റേറ്റ് അടിച്ചു തരുമോ ശ്രീയാൻഡ്രു? അതാണല്ലോ, അതൊരു സർവേ ഏജൻസി കൂടിയാണ്. അതൊരു സർവേ ഏജൻസി മാത്രമല്ല, ക്ലയൻറ്റുകളെ ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. കർണാടകയുണ്ട്. ഞാനതാണ് പറഞ്ഞത്, ഹൈപ്പർ കർണാടക ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന പേരിൽ കർണാടക സർക്കാർ ഇതേ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ ഈ ജീനോം പ്രോജക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിന് സ്വാഭാവികമായും നമുക്ക് ഗൈഡൻസ് തരുന്നത് അവരാണ്. നമ്മുടെ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകളെ അന്തർദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള മീഡിയ കൺസൾട്ടൻസി സഹായം ചെയ്യുന്നത് അവരാണ്. അത്തരം സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മുടെ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. കർണാടകയിൽ ഇത് പ്രോജക്റ്റ് ഉണ്ട്. 55 രാജ്യങ്ങളിലെ വിവിധ പ്രോജക്റ്റുകളാണ് ഈ സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിന് അങ്ങോട്ട് പൈസ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയ റാങ്കിങ് അല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ സർവേ ഏജൻസികൾക്ക് പ്രവർത്തിക്കുന്നത്. സർവേ ഏജൻസികൾക്ക് നമ്മൾ പണം കൊടുക്കുന്നു, ആ സർവേ ഏജൻസികൾ സർവേ നടത്തി നമുക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് തരാനല്ല പൈസ കൊടുക്കുന്നത്. ആ ശാസ്ത്രീയമായിട്ടുള്ള, അതും ഏറ്റവും ക്രെഡിബിൾ റേറ്റിംഗ് ഉള്ള ഒരു ഏജൻസിയാണ് സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഞാൻ മനസ്സിലാക്കിയത് അവർ നടത്തുന്ന ആ സേവനമാണ്, ആ സർവേയുടെ റിസൾട്ടാണ് നമ്മൾ കിട്ടുന്നത്. നമുക്ക് മോശമാണെങ്കിൽ നമ്മൾക്ക് മോശമാണെന്ന് പറയേണ്ടി വരും, നമുക്ക് മികച്ചതാണെങ്കിൽ മികച്ചതാണെന്ന് പറയേണ്ടി വരും. കാര്യത്തിൽ ആ സേവനം എന്താണ് സേവനം എന്ന് പറയുന്ന കാര്യത്തിലുണ്ട്. ഗ്ലോബലി കേരള സർക്കാരിനെ ഉയർത്തി കാണിക്കുക എന്നത്. അത് മാത്രമല്ല, അതൊരു പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞ പൈസ കൊടുത്ത് ഒരു ഏജൻസിയെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇത്ര ശതമാനം എന്ന രൂപത്തിൽ കൊടുക്കുമ്പോൾ അതിന്റെ ആധികാരികത സംശയം. സ്വന്തമായി ചെയ്യാൻ സ്മൃതി പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിൽ കേരളം ഒരു ക്ലയന്റ് ആണ്. 100% കറക്റ്റ്. കർണാടക ഒരു ക്ലയൻ്റാണ്. 55 രാജ്യങ്ങളിലെ 180ഓളം വിവിധ സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിൻ്റെ സേവനം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിൻ്റെ സേവനം? നമ്മളിവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ ആ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള സ്കീം എന്താണെന്ന് അന്തർദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഏജൻസിയാണവർ. ആ ഏജൻസി നടത്തുന്ന ഒരു സർവേയിൽ നമ്മൾക്ക് മികച്ച പെർഫോമൻസ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? കേരളം പൈസ കൊടുത്ത് എഴുതിപ്പിച്ചു എന്നാണോ അതിൻ്റെ അർത്ഥം? That's a survey independently done by an agency. അങ്ങനെയും സംശയിക്കാം. കാരണം ഒരു ഏജൻസി വർഷാവർഷം ഞങ്ങൾ നിങ്ങളെല്ലാം കൂടി എല്ലാ വിഷയങ്ങളും ഒരുപോലെ എടുക്കല്ലേ? എല്ലാ വിഷയങ്ങളും ഒരുപോലെ എടുക്കല്ലേ? സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് എന്താണ്? ഇവിടെ ഉള്ള യുവാക്കളെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വലിയൊരു പദ്ധതിയായിട്ടാണ് വിഭാവനം ചെയ്ത് സർക്കാരിനെ സംബന്ധിച്ച് അതിന്റെ കണക്കുകൾ സർക്കാരിന്റെ കയ്യിൽ തന്നെയുണ്ട്. എത്രത്തോളം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി എന്നുള്ള സർക്കാരിന് തന്നെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഒരു പുറത്തൊരു ഏജൻസി അത് ഏൽപ്പിക്കുന്നത് ഒരു അന്താരാഷ്ട്ര ഏജൻസിക്കെതിരെ ഒരു പക്ഷത്ത് ലോകത്ത് ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു ആൾ പറയുന്നത് സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിന്റെ സർവേ ഒരാൾക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്താ മറുപടി? മോശമായി ഒരു ഏജൻസി, പൈസ കൊടുക്കുന്ന ഒരു ഏജൻസി മോശമായ ഒരു റിപ്പോർട്ട് നൽകുമെന്ന് താങ്കൾ അങ്ങനെയാണോ?
ആ റിപ്പോർട്ട്? അല്ല, മോശമായി പറയുമോ എന്നാണ് ചോദ്യം. മോശമായി പറയുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞൊരു റിപ്പോർട്ട് കാണിക്കാം. കർണാടക ക്ലൈന്റ് അല്ലേ? അല്ല, എന്താ മോശമായി പറഞ്ഞ റിപ്പോർട്ടുണ്ടോ? കർണാടകയാണോ കേരളമാണോ മുന്നിൽ? അല്ലേ, ഈ ഇത്ര ശതമാനം നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നത് അവിടെ എത്ര ശതമാനം കൊടുത്ത് താങ്കൾക്ക് അറിയാമോ? എന്നാ കണക്ക് താങ്കൾ പറയും. ഏത് ശതമാനം? കർണാടക കൊടുത്ത ശതമാനം പ്രോജക്റ്റിലെ ഇന്നോവേഷന്റെ ഫ്രണ്ട്ലി ആണെന്നുള്ള കണക്ക് കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിൽ ഞാനിതിന് കർണാടകത്തിൽ താങ്കൾ പറയുന്നത് കേരളത്തിന് ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ പ്രതികൂലമായ കാര്യങ്ങൾ പറയുമോ ആ റിപ്പോർട്ടിൽ നോക്കൂ, കേരളത്തെ പുകഴ്ത്താനല്ല, കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ സിസ്റ്റത്തിലെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് പ്രൊജക്ടുകളുടെ യൂണിക് ഫീച്ചേഴ്സ് ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുത്തുക എന്നതാണ് ആ കമ്പനിയുടെ ജോലി. അവർ നടത്തുന്ന ഒരു സർവേയിൽ നമ്മൾ പൈസ കൊടുത്ത് സ്വാധീനം നടത്തുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ പോലെയുള്ള ഏതെങ്കിലും തട്ടിപ്പ് പ്രസ്ഥാനങ്ങളല്ല. അത് അന്തർദേശീയ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് ഏതെങ്കിലും സ്മൃതി തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് 4,000 കോടി അല്ല 4,000 എത്ര ഡോളറാണ് കൊടുത്തത്? $4,000 $4,000 ആണോ? $4,000 ഒരു വർഷം കൊടുക്കുന്നതാണോ ഇത്രയും കണക്ക് പറയുന്നത്? പല വർഷങ്ങളായി പൈസ കൊടുത്ത് ഒരു ഇന്റർനാഷണൽ ഏജൻസി കേരളത്തിന് അനുകൂലമായിട്ട് സർവേ റിപ്പോർട്ട് തിരുത്തി എഴുതും എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സർവേ റിപ്പോർട്ട് തിരുത്തി എഴുതുന്നല്ല ഞാൻ പറഞ്ഞത്, മോശമായ ഒരു റിപ്പോർട്ട് കൊടുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മോശമായ റിപ്പോർട്ട് വലിയ കണക്ക് പറയുന്നു. അതൊരു PR പരിപാടിക്ക് വേണ്ടി കൊടുത്ത പണമാണ്. PR പരിപാടിക്ക് കൊടുത്ത പണമാണ്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ സർക്കാർ ഏൽപ്പിച്ച സമിതി നൽകിയ റിപ്പോർട്ടിനെ കുറിച്ചൊന്നും പറയാത്ത. രണ്ടാമത് അതിലേക്ക് വരാൻ പോകുന്നത് അനുമ പെൻഷൻ കാര്യമുണ്ട്, അതിന്റെ കണക്ക് കൂടി പറയാനുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ആ വാദം നിലനിൽക്കില്ല. നമ്പർ 2, ഇനി സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റ് അല്ല, ഇന്ത്യയിലെ ഈ വാണിജ്യ മന്ത്രാലയം, വ്യവസായ വാണിജ്യ മന്ത്രാലയം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിലെ വ്യവസായ സൗഹൃദമായ സ്റ്റേറ്റിൽ മുൻപന്തിയിലാണ് കേരളം എന്ന് കൊടുത്തിരിക്കുന്നത്. സർവേ റിപ്പോർട്ട് കേരളം തിരുത്തി എഴുതിപ്പിച്ചതാണോ? വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്നുള്ളതിന്റെ 4-5 ഇൻഡെക്സുകളിൽ കേരളം മുൻപിലാണ്. അത് മാത്രം ഇട്ടാൽ മതിയല്ലോ. എന്നാൽ പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏജൻസിക്ക് പണം കൊടുത്ത കാരണം ആ സർവേ റിപ്പോർട്ടിൽ ഒരു അന്താരാഷ്ട്ര ഏജൻസി നമ്മളെ കണക്കാക്കിയിരിക്കുന്നത് മികച്ച റേറ്റിംഗിലാണെന്ന് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അന്താരാഷ്ട്ര ഏജൻസി കേരളത്തെ കുറിച്ച് അറിഞ്ഞ് ഇങ്ങോട്ട് വന്ന് അങ്ങനെയല്ലല്ലോ ഒരു ഏജൻസി പ്രവർത്തിക്കുന്നത്. ഒരു നിമിഷം, അങ്ങനെയല്ലല്ലോ ഒരു ഏജൻസി പ്രവർത്തിക്കുന്നത്. ആ ഏജൻസിയുടെ ക്ലൈന്റ് ആയിട്ടിരിക്കുന്നവർ ആ ഏജൻസി നടത്തുന്ന സർവേയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നു. നിയമസഭയിൽ പറഞ്ഞ കാര്യമല്ലേ? അത് നിയമസഭയിൽ പറഞ്ഞ കാര്യമല്ലേ? സഭയിൽ പറഞ്ഞ കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. സഭയിൽ പറഞ്ഞ കാര്യം സഭയിലുള്ള കാര്യമാണ്. അല്ല, അതങ്ങനെ ഒളിപ്പിച്ചു വെച്ച കാര്യമാണ്. വിസിബിൾ ആയ ഒരു കാര്യം. പല കാര്യങ്ങളുണ്ട്, ഞാൻ വേറെ പറയാം. അല്ലല്ല, ഞാൻ വരാം. ഇത് നോക്കൂ, ഇതെല്ലാം ഇട്ടേക്കൂ. നമുക്ക് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തെ വിടാം, സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിനെ വിടാം. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് സിസ്റ്റം മികച്ചതാണ് എന്ന അഭിപ്രായം സ്മൃതിക്കില്ലേ? എനിക്കറിയില്ല അത്ര വലിയ മികച്ചതാണോ. എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയാം. കണക്കുകൾ എന്ന് പറയുമ്പോൾ ഈ പെട്ടിക്കട മുതലുള്ള കണക്കുകളെല്ലാം വലിയ കണക്ക് നമ്മുടെ തന്നതാ മുഴുവൻ. ആ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്തതാണ്. ഈ എന്താണ് സ്മൃതി, നമ്മൾ തർക്കിക്കാൻ വേണ്ടിയാണെങ്കിൽ തർക്കിക്കാം. വസ്തുതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പറയൂ, 300 സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് 2021 ആകുമ്പോഴേക്കും അത് 3,900 വർദ്ധിക്കുന്നു. ആ 3,900 നിന്ന് 6,400 വർദ്ധിക്കുന്നു. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് നമ്മളുടെ 1 മിനിറ്റ് കൊണ്ട്, നേരത്തെ ശശി തരൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദിവസങ്ങൾ എടുക്കുമായിരുന്ന നമ്മളുടെ വിൻഡോ സിസ്റ്റത്തിൽ നിന്ന് മിനിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ പറ്റുന്ന സൗഹൃദ നിലയിലേക്ക് കേരളം മാറി എന്നുള്ളത് കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന് കിട്ടിയ അംഗീകാരമാണ്. ആ അംഗീകാരം നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഏതെങ്കിലും കണക്കിനെ വിശ്വസിച്ചല്ലേ പറ്റൂ. കേന്ദ്ര സർക്കാർ തരുന്ന അംഗീകാരം വിശ്വസിക്കില്ല, അന്താരാഷ്ട്ര ഏജൻസി ഞാൻ കേന്ദ്ര ഏജൻസിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. താങ്കൾ പറയുന്ന കാര്യങ്ങൾ ഇടയിൽ കൂടി വേറെ കാര്യങ്ങൾ കൂടി കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റാർട്ടപ്പ് ഇന്നോവേറ്റീവ് സിസ്റ്റം വ്യാവസായികമായി പിന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ല. അത് മികച്ചതാണോ അല്ലയോ? അല്ല, എനിക്ക് അങ്ങനെ പൊതുവെ അഭിപ്രായമില്ല. അതാണ് അല്ല, അത് പറയൂ. പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്ര സർക്കാർ നമ്മൾ അഭിപ്രായം രൂപീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്ര സർക്കാർ നൽകുന്ന റിപ്പോർട്ട്, അതല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന റിപ്പോർട്ട്, അതല്ലെങ്കിൽ അന്തർദേശീയ സമിതി നൽകുന്ന റിപ്പോർട്ട്. ഇതിൽ ഏതെങ്കിലും മോശമാണെന്ന് പറഞ്ഞ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ?
നമ്മുടെ കയ്യിലില്ല. ഉള്ള റിപ്പോർട്ട് എന്താ? 4 ഇൻഡെക്സുകളിൽ കേരളം മുന്നിലാണ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട്, സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റ് നൽകുന്ന റിപ്പോർട്ട്, കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ 3 റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനായി എനിക്ക് കണ്ടെത്താൻ പറ്റുന്ന നിഗമനം, എത്തിച്ചേരാൻ പറ്റുന്ന നിഗമനം, മികച്ച നിലയിലാണ് സ്റ്റാർട്ടപ്പ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അതാണ് ഞാൻ സ്മൃതിയോട് ചോദിക്കുന്നത്. സ്മൃതിയുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജിനോമുമായി ബന്ധപ്പെട്ടേ പറഞ്ഞിട്ടുള്ളൂ. മറ്റേ എനിക്ക് കേന്ദ്ര ഏജൻസി നൽകിയ പൂർണ്ണമായ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അത്രയും വലിയ സർട്ടിഫിക്കറ്റ് എനിക്കറിയില്ല. അതാണ് ആ വിഷയത്തിലുള്ള വാദം. അതൊന്ന് കണക്കിന്റെ കാര്യത്തിൽ. ഇനി 2, പെൻഷന്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ. പെൻഷന്റെ കാര്യത്തിൽ സ്വരാജ് തോമസ് ഐസക്കിന് കൊടുത്തൊരു മറുപടിയുണ്ട്. ഡേറ്റ് ഞാൻ പറയാം. തോമസ് ഐസക്കിന് കൊടുത്ത ചോദ്യം ഇതായിരുന്നു: ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നുണ്ട്. ഡേറ്റ് ഞാൻ കൃത്യമായി തന്നെ പറയാം. ഡേറ്റ് 26/4/2017 ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ചോദ്യത്തിന് തോമസ് ഐസക്ക് നൽകുന്ന മറുപടി, നിയമസഭയിലെ സ്വരാജിൻ്റെ ചോദ്യത്തിന് നൽകുന്ന മറുപടി: 1, വാർദ്ധക്യകാല പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം, വികലാംഗ പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം, വിധവാ പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിതരുടെ പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം, കർഷക തൊഴിലാളി പെൻഷൻ ജൂലൈ 2014 മുതൽ 8 മാസം എന്ന് പറയുന്നു. എന്നിട്ട് ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തി എന്നറിയാമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം: 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 വരെ 10 മാസത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. മൊത്തം കണക്കുകൾ എടുത്തു നോക്കിയാൽ 2014 2 മാസം, 2015 12 മാസം, 2016 4 മാസം, അങ്ങനെ തിരഞ്ഞെടുപ്പ് വരെ 18 മാസം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക്. അത് ഏതെങ്കിലും ഒരു പെൻഷൻ വിഭാഗത്തിൽ പെടുന്നതല്ല, വ്യത്യസ്ത പെൻഷൻ വിഭാഗത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഓരോ കാറ്റഗറിയും എടുത്തു വായിച്ചത്. ഇത് പൊതുസമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, DTBT പ്രകാരം ഡയറക്റ്റ് ട്രാൻസ്ഫർ പ്രകാരമായിട്ട് പെൻഷൻ എത്തേണ്ട അവസ്ഥയിൽ സോഫ്റ്റ്വെയറിൻ്റെ പിഴവ് മൂലം അവസാനത്തെ 8 മാസത്തെയോ 9 മാസത്തെയോ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് സർക്കാർ തന്നെ, UDF സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മുനീറിൻ്റെ നേരത്തെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി. അപ്പോൾ ഈ കണക്കുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ അന്ന് ഏകീകൃത ക്ഷേമ പെൻഷൻ ഇല്ല. അതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 18 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞത്. വ്യത്യസ്ത വിഭാഗങ്ങളിൽ അത് 9 മുതൽ 11 മാസം വരെ പല ക്ഷേമ പെൻഷനുകളും മുടങ്ങിയിട്ടുണ്ട്. അതാണ് പല ആളുകൾക്കും 2016 ഓഗസ്റ്റ് മാസത്തിൽ 9,000 രൂപ വരെ പെൻഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. 9,000 രൂപ കിട്ടണമെങ്കിൽ മാസം 600 രൂപ എന്ന കണക്കിൽ നോക്കിയാൽ പോലും 18 മാസം വേണ്ടിവരും ചില സാഹചര്യങ്ങളിൽ. അതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതാണ് നിയമസഭയിൽ കൊടുത്ത സ്വരാജ് ചോദിച്ച ചോദ്യത്തിന് തോമസ് ഐസക്കിൻ്റെ മറുപടി. ഇനി അതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള എൻ്റെ മറുപടി. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ കണക്കുകൾ പ്രകാരം ഏതൊക്കെ തരത്തിലുള്ള വികസനം നമ്മൾ സാധ്യമാക്കിയിട്ടുണ്ട്? ഒരു ചോദ്യം പോലും മറുപടി ഇന്ന് പ്രതിപക്ഷം അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല, പ്രതിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പകരം പറയുന്നത് വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 8 മമ്മൂഞ്ഞാണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് വിഴിഞ്ഞം ഒരു 8 മമ്മൂഞ്ഞാണെന്ന് പറയാൻ കഴിയുക? അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രോജക്റ്റാണ് എന്നാണല്ലോ UDF പറഞ്ഞുകൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ ഒരു പദ്ധതി, ആ പദ്ധതിയെ കുറച്ചുകൂടി കുറ്റമറ്റതാക്കി മാറ്റിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ കാലപരിധി കുറച്ചു, അതിൻ്റെ ലാഭവിഹിതം കിട്ടുന്ന കാലയളവ് കുറച്ചു, അതിൻ്റെ മേലുള്ള ടേംസ് ഓഫ് റെഫറൻസ് പുതുക്കി നിശ്ചയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാറ്റങ്ങളോടുകൂടി ആ പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ പ്രോജക്റ്റ് കേന്ദ്ര സർക്കാർ നൽകേണ്ട 817 കോടി രൂപ BGF പോലും നൽകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തി സാഹചര്യത്തിൽ അതിനെ ആ രീതിയിൽ ആക്ഷേപിച്ചത് ശരിയായില്ല. പിന്നെ ദേശീയപാതയുടെ കാര്യത്തിൽ നമ്മൾ പല ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ആർക്കും കേരള സംസ്ഥാന സർക്കാരിനെ ഈ വിള്ളൽ വീണതിന്റെ പേരിൽ ഇന്ന് പ്രതിപക്ഷം പോലും കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. റീൽസിന്റെ കാര്യമാണ് പറയുന്നത്. ഏതാണ് നാരായണ റിപ്പോർട്ട്? ഏത് വർഷത്തെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ? കഴിഞ്ഞ വർഷം 2024. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ? നമ്പർ 1, കടം തിരിച്ചടയ്ക്കാൻ പോലും പറ്റാത്ത തനത് നികുതി വരുമാനത്തിൻ്റെ വർധനവിൻ്റെ കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കഴിഞ്ഞ ബഡ്ജറ്റിൽ തനത് നികുതി വരുമാനത്തിന്റെ വർധനവ് എത്രയാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി കണ്ടെത്തിയതിനു ശേഷമാണല്ലോ ബഡ്ജറ്റ് വന്നത്. ആ ബഡ്ജറ്റിൽ തനത് നികുതി വരുമാനത്തിലെ വർധനവിന്റെ കണക്ക് നമ്മൾ വിശ്വസിക്കുന്നത് ബഡ്ജറ്റാണല്ലോ സ്വാഭാവികമായും. അല്ല, അങ്ങനെയല്ല. അല്ല, ഞാൻ പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളാണോ ബഡ്ജറ്റിൽ? അല്ല, സർക്കാരിന്റെ കണ്ടെത്തിയ കാര്യങ്ങൾ. ഞാൻ ഈ ആക്ച്വൽസ് പറയുന്നത് വർധനവിനെ കുറിച്ചുള്ള കണക്കാണ്. തനത് നികുതി വരുമാനം കണക്കിനെ താങ്കൾ ഞാൻ തള്ളുന്നതിന്റെ കാരണം എന്താ? തള്ളുന്നതിന്റെ കാരണം 2024 25 ബഡ്ജറ്റിലെ കണക്ക് പ്രകാരം 2021 മുതൽ 25 വരെയുള്ള കണക്കിലെ തനത് നികുതി വരുമാനത്തിന്റെ വർധനവ് 71.66%. ബഡ്ജറ്റിലെ കണക്കാണ് കേട്ടോ.
ഇനി ആകെ റവന്യൂ നികുതിയുടെ വരുമാനം തനത് നികുതി വരുമാനത്തിൽ 68.69% നിന്ന് 72% വർദ്ധിച്ചിട്ടുണ്ട്. ഈ കണക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നത്? നമ്മൾ തിരിച്ചടയ്ക്കുന്നതിനൊരു കണക്കില്ലേ? 3.5% മൊത്തം GDP നമുക്ക് വായ്പ എടുക്കാം. ആ വായ്പയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളം വായ്പ എടുക്കുന്നത്. കേരളമാണോ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്ന സംസ്ഥാനം? ആണോ? അല്ല. കേന്ദ്രത്തിൻ്റെ വായ്പ എത്രയുണ്ട്? ആ വായ്പ പരിധിക്കുള്ളിൽ നിൽച്ചുകൊണ്ടല്ലേ? FRBM ആക്ട് അല്ലേ നമ്മുടെ നാട്ടിലുള്ളത്? ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമല്ലേ നമുക്ക് കടമെടുക്കാൻ പറ്റൂ? അതുപ്രകാരം 3.5% കൂടാൻ കഴിയുമോ? നിങ്ങൾ ഗവൺമെന്റ് കണക്ക് പറയുന്നു. സർക്കാർ കണക്കാണ് താങ്കൾ പറയുന്നത്. ഒരു മിനിറ്റ്, സർക്കാർ തന്നെ നിയോഗിച്ച സമിതി കണ്ടെത്തിയ കാര്യങ്ങളെ താങ്കൾ പൂർണ്ണമായും പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി പ്രകാരം സർക്കാരിന് കൊടുക്കുന്നത് ചില നിർദ്ദേശങ്ങളാണ്. നിങ്ങൾ എല്ലാ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയും കൊടുക്കുന്നത് നിങ്ങൾ ചെലവുകൾ നിയന്ത്രിക്കണം, നിയമനം കുറയ്ക്കണം. അഭിപ്രായമുണ്ടോ സ്മൃതിക്ക്? സർക്കാർ എല്ലാ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയും പറയുന്നത് ശമ്പള വർധന ആ രീതിയിൽ നടപ്പാക്കാൻ പാടില്ല. എല്ലാ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയും പറയുന്നത് അംഗീകരിക്കാൻ പറ്റൂ. നിയമനം നടത്തണം. മിസ്മാനേജ്മെന്റിനെ കുറിച്ച് മിസ്മാനേജ് ഉണ്ടെങ്കിൽ തനത് നികുതി വരുമാനം നികുതി പിരിച്ചെടുക്കുന്നത് ഉണ്ടാവില്ല. കാരണം എന്താ? അവർ ക്രിട്ടിക്കലായിട്ട് അതിനെ സമീപിക്കുന്നത് വ്യത്യസ്ത താല്പര്യത്തോടു കൂടിയാണ്. ബഡ്ജറ്റ് വരുന്നത് എങ്ങനെയാ? ആക്ച്വൽ സിറ്റുവേഷൻസ് ആണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഡീറ്റെയിൽസ് കിട്ടിയിട്ടാണോ അവരെ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? മനസ്സിലായില്ല. പിന്നെ എന്തിനാണ് സർക്കാർ അങ്ങനെ ഒരു കമ്മിറ്റി ഏൽപ്പിക്കുന്നത്? തീർച്ചയായിട്ടും സർക്കാരിന്റെ ഗവേണൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് എവിടെയാണ് നിയന്ത്രണം വരുത്തേണ്ടത് റിപ്പോർട്ട് മാത്രമേ താങ്കൾ അംഗീകരിക്കുള്ളൂ. ബഡ്ജറ്റല്ലേ അംഗീകരിക്കുക. ബഡ്ജറ്റിലെ കണക്കല്ലേ വേണ്ടത് സ്മൃതി? നമ്മൾ പരിശോധിക്കുന്നത് ആത്യന്തികമായി നമ്മുടെ മുന്നിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ കിട്ടുന്നത് കണക്കല്ലേ? കണ്ടെത്തലാണ് ഈ പറയുന്നത്. നോക്കൂ, ബഡ്ജറ്റിലെ കണക്കാണോ നിങ്ങൾ വിശ്വസിക്കുക? നിങ്ങൾ ഒരു കമ്മിറ്റി കൊടുത്ത കണക്കാണോ വിശ്വസിക്കുക? എന്താണ് ഈ പറയുന്നത്? ബഡ്ജറ്റിൽ എത്ര പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിനെ എത്ര നമ്മൾ വിമർശിച്ചു? ബഡ്ജറ്റിനെ വിമർശിക്കുന്നത് ഏതെങ്കിലും തെറ്റായ കണക്ക് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ ബഡ്ജറ്റിനെ വിമർശിച്ചത്? പോളിസിയുടെ അടിസ്ഥാനത്തിലല്ലേ? തെറ്റായ കണക്കുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷം ഇങ്ങനെയാണോ അതിനെ വിമർശിക്കുക? നമ്മൾക്ക് ആർക്കെങ്കിലും സർക്കാർ കൊടുത്തിരിക്കുന്ന തനത് നികുതി വരുമാനത്തിലെ കണക്കുകളെ വിശ്വസിക്കുന്നു? ബഡ്ജറ്റിലെ കണക്കല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? ചോദ്യം താങ്കൾ വിശ്വസിച്ചോളൂ. എന്നെ സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച സമിതിയുടെ കണക്കുകളാണ് എന്റെ മുന്നിലുള്ളത്. Meet the editors.